ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൽ രണ്ടാമത് ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായി അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും നവരാത്രി മഹോത്സവത്തിന്റെയും ഭാഗമായി അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. നൂറുകണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. താലപ്പൊലി, വാദ്യമേളങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. കോട്ടയിൽ മഠം ക്ഷേത്രത്തിൽ സ്നാനം നടത്തി തിരികെ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തി. ഭാഗവതാചാര്യൻ നീലംപേരൂർ പുരുഷോത്തമദാസാണ് യജ്ഞാചാര്യൻ. യജ്ഞശാലയിൽ ദേവി ഭാഗവത പാരായണത്തിന് പുറമെ എല്ലാ ദിവസവും പള്ളിയുണർത്തൽ, നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, സൂക്തജപം, ഉഷപൂജ, ചണ്ഡികാഹവനം, ലളിതാ സഹസ്രനാമ ജപം, നാമസങ്കീർത്തനം, ദീപാരാധന, ആത്മീയ പ്രഭാഷണം എന്നിവ നടന്നിരുന്നു. യജ്ഞത്തിന്റെ 5-ാം ദിവസം വൈകിട്ട് 5 മണിക്ക് വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടത്തി. 6-ാം ദിവസം പാർവതി പരിണയ ഘോഷയാത്ര നടത്തി. അവഭൃത സ്നാന ഘോഷയാത്ര കോട്ടയിൽ മഠം ക്ഷേത്രത്തിൽക്കടവിലെ സ്നാനത്തിന് ശേഷം കറ്റാനം വഴി വടക്കോട്ട് ഭരണിക്കാവ് വടക്കേ ആൽത്തറ ജംഗ്ഷനിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം കുങ്കുമ കലശാഭിഷേകം, പ്രസാദ വിതരണം, യജ്ഞസമർപ്പണം, മഹാദക്ഷിണ, ഭദ്രദീപ ഉദ്വാസനം, ദീപം ശ്രീകോവിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കൽ, ദീപാരാധന എന്നിവ നടന്നു. ഇതോടെയാണ് യജ്ഞത്തിന് സമാപനമായത്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്നത്. വിജയദശമി ദിവസം നന്ദഗോവിന്ദം ഭജൻസ് അവതരിപ്പിക്കുന്ന സാന്ദ്രാനന്ദാലയം എന്ന പരിപാടി ഉണ്ടാകും. ക്ഷേത്ര രക്ഷാധികാരി സാജൻ കുന്നേൽ, ദേവസ്വം പ്രസിഡന്റ് MC രഘുനാഥ്, യജ്ഞസമിതി ഭാരവാഹികളായ ഗോപൻ ഭരണിക്കാവ്, S ഹരികുമാർ, K രഘുകുമാർ, വിജയകുമാർ, KS VK മോഹനൻ, KS കല്യാണകൃഷ്ണ പണിക്കർ, MB മീര, A ഗോപകുമാർ, സോമശേഖരൻ ഉണ്ണിത്താൻ, മനോജ് കുമാർ, ഐശ്വര്യ, PJ പുരുഷോത്തമൻ പിള്ള, R കൃഷ്ണകുമാർ, S ഗോപാലകൃഷ്ണപിള്ള, രാധാകൃഷ്ണൻ B, ജയകുമാർ, കരുണാകരൻ നായർ, ബ്രിജേഷ്, പ്രഭുകുമാരൻ പിള്ള, കുമാരപിള്ള, ജയപ്രകാശ് ഉണ്ണിത്താൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.